ഇന്ന് നമ്മൾ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ അതിനുള്ള സാധനങ്ങളാണിത്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്. അതിൽ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ വേവിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ബീൻസ് സെപ്പറേറ്റ് വേവിച്ചേക്കാണ്. അങ്ങനെ 3 കൂട്ടം. ഇനി ഒരു ചെറിയൊരു സവാളയും പിന്നെ പച്ചമുളകും ആണ് വേണ്ടത്. ഒരു ചെറിയ സവാള മതി, പച്ചമുളകും. പിന്നെ അതുപോലെ ഇച്ചിരി മസാലയിൽ നമുക്ക് ഈ ഏലക്കായും കറുകപ്പട്ടയും മാത്രം മതി. പിന്നെ കുരുമുളക് പൊടിച്ചും വയ്ക്കുക. അത് ഏലക്കായ തൊണ്ട് കളഞ്ഞ് വയ്ക്കുക. കായ പൊടിച്ച് അത് മസാലയും കൂടി രണ്ടും കൂടി പൊടിച്ച് വയ്ക്കുക. ഇനി തേങ്ങ ഒരു ചെറിയൊരു തേങ്ങയാണ് എടുത്തേക്കണത് ഫുള്ളായിട്ട്. അതിൽ തേങ്ങയുടെ 1/4 പാല് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നു. 2-3 പാല് വേറെ സെപ്പറേറ്റും പിഴിഞ്ഞ് വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി അതിനകത്തേക്ക് ഇടാം. സവാള ഒന്ന് വാടണം. അത് ചുമന്ന കളറാവരുത്. അതിന് മുമ്പ് നമ്മൾ അടുത്ത പരിപാടി ചെയ്യാം. സവാള ഒന്ന് അങ്ങോട്ട് വാടട്ടെ കേട്ടോ. അപ്പോൾ സവാള ഒരുപാട് വാടിയിട്ടുണ്ട്. ഇനി ഒരുപാട് ചുമക്കരുത്. ഈ പട്ടയും ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചേക്കണ മസാലയിൽ നിന്ന് പകുതി അങ്ങിടാം. പിന്നെ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും പകുതി ഇടാം. ഞാൻ ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത്. ഈ പാക്കറ്റ് മസാലകളൊന്നും ഞാൻ വാങ്ങാറില്ല. ഗരം മസാല വാങ്ങിച്ച് പൊടിച്ചാണ് ചെയ്യണത്. ഞാനങ്ങനെ പൊടിച്ച് വെച്ചതാണ്. അപ്പം അത് ഇട്ട് ഇനി നമുക്ക് പച്ചക്കറി ഞാൻ പറഞ്ഞ പോലെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പച്ചക്കറികൾ അങ്ങോട്ട് ഇനി നമുക്ക് 3-ാം പാലും 2-ാം പാലും കൂടി ഒരുമിച്ച് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തേക്ക് ഞാൻ ഒഴിക്കുക. ഇനി അല്പം ഉപ്പ് ഇതിനകത്ത് ഇടണം. ഉപ്പിട്ടു. ഇത് ഇച്ചിരി നേരം നമുക്ക് തിളക്കട്ടെ. കുറച്ച് കോൺഫ്ലവർ, അരിപ്പൊടി ആയാലും മതി കേട്ടോ. അരിപ്പൊടി ആയാലും ഇതിൽ മതി. ഞാൻ അരിപ്പൊടിയാണ് സാധാരണ എടുക്കാറ്. പിന്നെ കോൺഫ്ലവർ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി കോൺഫ്ലവർ എടുത്തത്. അത് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ അത് കലക്കി, കട്ടയില്ലാതെ കലക്കി അത് ഇതിനകത്ത് കൂടെ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി അങ്ങിടാം. നമുക്ക് ഒരുവിധമായിട്ടുണ്ട്. നമുക്ക് തലപ്പാൽ ഒഴിക്കാം. തലപ്പാൽ ഒഴിച്ച് ആവശ്യം വെള്ളം വേണമെങ്കിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊഴുപ്പൊന്നും കൂടുതലായാൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇച്ചിരി കൊഴുപ്പ് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ഒഴിച്ചതാണ്. ഓക്കെ, അത് മതി. ഇത് ബാലൻസ് ഇവിടെ മസാല പൊടി ഇരുന്നത് അതിനകത്തേക്ക് ഇടാം. കുരുമുളക് ഇപ്പോൾ നല്ല എരിവുണ്ട്, അതുകൊണ്ട് കുരുമുളക് പൊടി അത്ര വേണ്ട, മസാലപ്പൊടി മാത്രം മതി. ഓക്കെ, നല്ല ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ തളയൊക്കെ വന്നു, ഇനി ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ഇനി നെയ്യ് ഒഴിക്കുകയാണേ. ഇനിയിപ്പോൾ ചട്ടി നെയ്യ് ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി കിസ്മിസ് കഴുകി വെച്ചിരിക്കുകയായിരുന്നു, അത് അതിനകത്തേക്ക് ഇടാം. ഇത് നല്ലോണം അതൊന്ന് നല്ലോണം ഇതായി വീർത്ത് വരുമ്പോഴേക്കും കശുവണ്ടി പരിപ്പ് അതിനകത്തേക്ക് ഇട്ടേക്കാണ്. അപ്പോൾ അത് രണ്ടും നല്ലപോലെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ സ്റ്റൂ റെഡിയായി. ഇനി നമുക്ക് അപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് എടുത്ത് എടുത്തേക്കുന്നതാണ്. അതിനകത്തേക്കൂടെ ഒഴിച്ച് നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം. ഓക്കെ, ഇനി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന് ഒന്ന് അഭിപ്രായം പറയാം കേട്ടോ.